കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ലുലു നിർമ്മിച്ച IT ട്വിൻ ടവറിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുവഴി 30,000-ൽ പരം തൊഴിലവസരങ്ങൾ ലഭിക്കും. A big round of applause. This is the official launch. Lulu Group International, a global retail conglomerate with over 285 hypermarkets and malls spanning the Middle East, India, Egypt and beyond, ranked among the top 20 fastest growing retailers in the world. 25 ലക്ഷം ചതുരശ്രയടി IT കമ്പനികൾക്ക് മാത്രമായുള്ള ഓഫീസ് സ്പേസ് ആയിട്ടാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന MA യൂസഫ് അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ലോകത്തിൽ തന്നെ എല്ലാവർക്കും പരിചിതമായ ബ്രാൻഡ് നെയിമാണ് ലുലു എന്നത്. ആ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ യൂസഫ് അലി നമ്മുടെ നാടിനാകെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. കേരളീയർക്കാകെ അഭിമാനകരമായി ലോകത്താകെ പടർന്ന് വളർന്ന് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾ. പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ അതിയായ സന്തോഷമാണുള്ളത്. Kochi, the queen of the Arabian Sea, a vibrant tapestry where heritage meets high-tech, one of the best connected cities in India by air, rail, road, metro and sea. With modern IT parks, a thriving startup scene and a vibrant young workforce. Kochi is more than a city, it's a moment of minds. And at the heart of Info Park, after the successful launch of Lulu Cyber Tower 1 and 2, stands a new beacon of progress. The Lulu IT Twin Towers, Smart City, rising 152 meters into the sky, 30 floors in each tower. It is the largest and tallest IT towers in South India. Spread across 12.74 acres with an investment of rupees 1,500 crore. These state-of-the-art LEED Platinum certified towers span a monumental 3.5 million square feet. Designed to host more than 30,000 professionals. This is not just an infrastructure project. It's a revolution in how we work, create and connect. Step inside and discover a whole new tech world. Column-free office spaces, 67 destination-controlled elevators, 12 escalators and a fully automated robotic parking system, the largest of its kind in the world. Fully secured with round-the-clock latest surveillance systems and a fully functional on-site helipad also. Work and wellness converge at Lulu Twin Towers, an oasis of green open spaces, walking trails, water bodies
elegant lobbies, and reflection zones. Because a thriving mind needs a thriving space. The 4-story amenity block redefines convenience. A sprawling 2,500-seater food court, 600-seater conference hall, gourmet cafes, banks, ATMs, specialty kiosks, a well-equipped creche, gymnasium, recreation facilities, and much more. Every inch of this marvel will further transform Kochi as the most preferred destination of global tech giants. Welcome to the future. Welcome to Lulu IT Twin Towers, Smart City, Kochi, where the future works. ഞങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ട്വിൻ ടവർ. ഈ ട്വിൻ ടവർ ഇത്രയും വലുത് ഇവിടെ പണിതാൽ അതിനുള്ള കമ്പനികൾ വരുമോ എന്ന സംശയം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ ലോകത്തിൽ എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് 4 കാര്യങ്ങളിലാണ്. ഒന്ന്, വിഷണറി ലീഡർഷിപ്പ്. ഞാൻ പോകുന്ന രാജ്യത്തോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തോ വിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും രാജീവും കൂടി കഴിഞ്ഞ പ്രാവശ്യം ഡാവോസിലെ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ പോവുകയുണ്ടായി. അങ്ങനെ വേൾഡ് എക്കണോമിക്സ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനുണ്ടായി. അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചത്, വാട്ട് ഈസ് ദ പൊളിറ്റിക്കൽ കൺസെൻസസ്? പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടോ നിങ്ങൾ വരുന്ന സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ ഒപ്പോസിഷനും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ ഒന്നാണ്. സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കുക, അതിൽ ഞങ്ങൾ ഒന്നാണ്, അത് ഞങ്ങൾ വ്യത്യാസമില്ല എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു, കേരളത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളത് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു വ്യവസായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നോക്കുന്നത് വിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ. 2, ആ രാജ്യത്തിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ എക്കണോമി സ്ട്രോങ് ആണോ. 3, റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അതിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടോ. ഈ കാര്യങ്ങളാണ് ഞാൻ നോക്കാറ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമ്മുടെ സ്റ്റേറ്റിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ബഹുമാനപ്പെട്ട ദീർഘവീക്ഷണമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നു, അതുപോലെ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ അവർകൾ ഇരിക്കുന്നു. ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റാണ്. എന്ന് ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞു. കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച കൊച്ചിൻ എയർപോർട്ട്, അതിൻ്റെ എല്ലാ സഹായവും സഹകരണവും തന്ന് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട EK നായനാർ അവർകളാണ്. അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ ജിം ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ്, അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, വി ആർ സപ്പോർട്ട് ദ ഇൻവെസ്റ്റേഴ്സ് ടു അവർ സ്റ്റേറ്റ്. അത് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. ഇന്ത്യ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിൽ 5 ട്രില്യൺ എക്കണോമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ്, ദാറ്റ് എവരിബഡി ഷുഡ് അഡ്മിറ്റ്. അപ്പോൾ വിഷണറി ലീഡർഷിപ്പ് ഉണ്ട്, കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ക്ലൈമറ്റാണ്. പിന്നെ കേരളം അതിന് പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, 20 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അന്ന് കൊച്ചിയിൽ പണിതപ്പെടും. എല്ലാവരും എൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരെയും പറഞ്ഞു, ഇത് ഇവിടെ നടക്കില്ല, കേരളമാണ് വലിയ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പുതിയ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, മാർക്കറ്റിംഗ്. ഈ IT ടവറിൻ്റെ മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നു എൻ്റെ സ്റ്റാഫുകളോടുകൂടി. ഈ ട്വിൻ ടവറിൻ്റെ സവിശേഷതകളിലൂടെ വിസ്തീരിച്ചു കഴിഞ്ഞു. അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വവും
അദ്ദേഹം തന്നെയാണ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ വളരെ വേഗം തന്നെ ഈ 2 ടവറുകളും നിറയാനാണ് സാധ്യത. നമ്മുടെ ഒരു കരുത്ത് ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹം വിശദീകരിച്ചു. പൊതുവെ നല്ല രീതിയിൽ എല്ലാവരും യോജിച്ച് നിൽക്കുന്നു. നമ്മുടെ ചെറുപ്പമാണ് ഏറ്റവും നല്ല കരുത്ത്. മിഷേൽ ഗോയൽ ഇസ് ഹിയർ, IBM-ന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ് CM പറഞ്ഞനുസരിച്ച് ഞാൻ അവരായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു എംപ്ലോയീസായി. അന്ന് അവർ പ്രോമിസ് ചെയ്തത് 100 പേർ ഒരു വർഷം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ they had already recruited 1,500 kids. അപ്പം ചോദിച്ചല്ല, നിങ്ങൾ 100 പറഞ്ഞപ്പോൾ 1,500 ആയല്ലോ. അതിനന്ന് പറഞ്ഞ മറുപടി, ഈ മലയാളി ചെറുപ്പക്കാരാണ്. ഒരു വർഷത്തിനുള്ളിൽ 2 സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ടൂൾ അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഒന്ന് ഫേസ്ബുക്കും വാങ്ങി, മറ്റൊന്ന് ഡെൽറ്റ എയർലൈനും വാങ്ങി. അതിനുശേഷമാണ് ഫസ്റ്റ് ഇന്നൊവേഷൻ സെൻറ്റർ ഓൺ ജനഐ IBM ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേരളത്തിലെ ഈ സാധ്യതകൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായത്. അത് നമുക്ക് ഒരു കുതിച്ചുചാട്ടത്തിന് സഹായകരമായിരിക്കും. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദാവോസിൽ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളൊരു 5.5 കോടി ഇന്ത്യ, ആകെ 10 കോടിയാണ് ഇവിടുത്തെ കിട്ടിയത്. അതിൽ 5.5 കോടി ഇന്ത്യ ഗവൺമെൻറ്റിന്, 6 കോടി ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിട്ട് കുടിസുമുറിയായിരുന്നു. പിന്നെ ദാവോസിൻ്റെ മെയിൻ വേദിയിൽ പ്രസംഗം കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും ഇൻവെസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ കുടിസുമുറിയിലേക്ക് എത്തിച്ചതിൽ ശ്രീ യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ് ടു മിസ്റ്റർ യൂസഫ് അലി ഫോർ ഗിവിംഗ് കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. സുപ്രീം കോടതി വരെ, തിരുവനന്തപുരം ഷോപ്പിംഗ് മാളിൽ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. പക്ഷെ ദീർഘദൃഷ്ടിയുള്ള വീക്ഷണമുള്ള കേരള ഗവൺമെൻറ്, അതിന് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായി ഞാൻ ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ബൾഗാട്ടിയിലെ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തോരം എതിർപ്പായിരുന്നു എന്നറിയോ. പക്ഷേ എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹായം എനിക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല. അതുപോലെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർകളായിരുന്നു. അദ്ദേഹത്തിൻ്റെയും VD സതീശൻ അടക്കമുള്ള പാർട്ടിയുടെയും സഹായം എനിക്ക് മറക്കാൻ സാധ്യമല്ല. ആയതുകൊണ്ടാണ് ഇന്ന് വേൾഡിലെ എല്ലാ കോൺഫറൻസുകളും ഇപ്പോൾ കൊച്ചിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ്, ജനങ്ങൾ, ഇവിടുത്തെ ആളുകൾ. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഇതിങ്ങനെ നടക്കുമോ എന്ന്. കാരണം 115 ഉറുപ്പിക പെർ സ്ക്വയർ ഫീറ്റിനാണ് ബാംഗ്ലൂർ. ആ സ്ഥാനത്ത് ഇവിടെ 55 ഉറുപ്പിക ഒരു സ്ക്വയർ ഫീറ്റിനുള്ളൂ, 55 റുപ്പീസ്. അപ്പോൾ ഈ 55 ഉറുപ്പിക സ്ക്വയർ ഫീറ്റിനുള്ളപ്പോഴും 110 ഉറുപ്പിക ഉള്ളപ്പോഴും നിങ്ങൾ എന്തിനു തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള എത്രയോ ലക്ഷമെന്ന് എനിക്കറിയില്ല, ലക്ഷക്കണക്കിന് മലയാളി എൻ്റെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കുട്ടികൾ, യുവാക്കൾ, അവർ ബാംഗ്ലൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബാംഗ്ലൂരിലേക്ക് ഡെയിലി ബസ്സും കാറും അതുപോലെ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ഫുള്ളാണ് ബാംഗ്ലൂരിലേക്ക്. അവർ ഇവിടെ വന്ന് ജോലി ചെയ്യും. ഇത് സമ്പാദ്യത്തിനുള്ള മാർഗമല്ല, പക്ഷേ ഇത് കുറേ ആളുകൾക്ക് 10-30,000 നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ 110 ഉറുപ്പിക പെർ സ്ക്വയർ ഫീറ്റ്, ഇവിടെ 55 ഉറുപ്പിക. അപ്പോൾ അത് 20 കൊല്ലം കൊണ്ട് ഇത് മുതലാവില്ലെങ്കിൽ അവിടെ 10 കൊല്ലം കൊണ്ട് ബാംഗ്ലൂരിൽ തുടങ്ങിയാൽ മുതലാവും. പക്ഷെ എന്നിരുന്നാലും ഈ 35,000 ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത്, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് സത്യത്തിൽ ഐ വാസ് സർപ്രൈസ്ഡ്. കാരണം ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളൊരു ബിൽഡിംഗ് നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതി. ഇതൊരു ആർക്കിടെക്ചർ മാർവൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ബിൽഡിങ്ങാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കും. അദ്ദേഹം 75,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ് യൂസുഫ്. അതിൽ 34,000 പേർ മലയാളികളാണ്. മറ്റൊരു 30,000 പേർക്ക് കൂടി ഈ കൊച്ചിയിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ്. ആസ് എ കൊച്ചിനൈറ്റ്, I express my gratitude towards Yusuf Ali for giving us such a wonderful establishment. ഒരു റിസ്ക് എടുത്തതിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെടുത്ത റിസ്ക് 2 തരത്തിലുള്ള റിസ്ക് ഉണ്ട്.
ഒന്ന് ഇമോഷണൽ റിസ്ക്, വൈകാരികമായി നമ്മൾ റിസ്ക് എടുക്കുക. സെക്കൻഡ് തിങ്, നമ്മൾ കാൽക്കുലേറ്റഡ് ആയ റിസ്ക് എടുക്കുക. ഞാൻ അങ്ങനെ ഒരു റിസ്ക്കാണ്, രണ്ടാമത്തെ റിസ്ക്കാണ് എടുത്തത് എന്ന് വേറൊരു കാര്യം പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ യൂസഫലിക്ക്, കാരണം അദ്ദേഹം ഇമോഷണൽ റിസ്ക് എടുക്കുന്ന ആളല്ല, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന ആളാണ്. കാരണം ഗ്രാൻഡ് ആയത്ത് കൊച്ചിയിൽ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ കൊച്ചിയിൽ ഓടുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു മുറി കിട്ടാൻ, ഒരു കോൺഫറൻസ് ബുക്ക് ചെയ്യാൻ എത്ര നാൾ കാത്തിരിക്കണം എന്നറിയാൻ പാടില്ലാത്ത അത്ഭുതമാണ്. അദ്ദേഹം ഈ വിസ്മയം കൊച്ചിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ 30,000 പേർക്ക് തൊഴിലവസരം കിട്ടുന്ന അതൊരു വലിയ സംരംഭമായി, മറ്റുള്ളവർക്ക് ഒരു മാതൃകമായി, കൊച്ചിയുടെ ഒരു വികസനത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റായി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പൂർണ്ണമായ പിന്തുണ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും. ഞാൻ വ്യവസായ മന്ത്രി സംഘടിപ്പിച്ച മീറ്റിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളെല്ലാം ട്രേഡ് യൂണിയൻ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ അവരോട് പറയുന്നത് യു വർക്ക് ഹാർഡ്, മേക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ, then you will get the portion of the benefit. ഞങ്ങളെല്ലാം പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് തൊഴിലാളികൾക്ക് മേടിച്ചു കൊടുക്കും. കേരളത്തിലൊരു പുതിയ തൊഴിൽ സംസ്കാരവും പുതിയൊരു വ്യവസായ സംസ്കാരവും ഒരു ബിസിനസ് സംസ്കാരവും ഉണ്ടാകണം. കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. അതിന് ലോകം മുഴുവൻ കേരളത്തിൻ്റെ അംബാസഡറായി പ്രവർത്തിക്കുന്ന യൂസഫ് അലിക്കയോട്, അദ്ദേഹത്തിൻ്റെ ടീം ലുലുവിനോട് എല്ലാം പ്രത്യേകമായ നന്ദി. വൈവിധ്യമാർന്ന വ്യവസായ സംരംഭങ്ങളാണ് മറ്റു പലരിൽ നിന്നും ശ്രീ യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ട്രിക്ക് ഇവിടെ പറഞ്ഞല്ലോ, ആ കാപ്പിക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സ്വീകരിച്ച രീതി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കും. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളുടെ ഒരാഗോള വ്യവസായ ശൃംഖലയാണ് നമ്മൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ച ദൃശ്യത്തിലൂടെ കണ്ടത്. ലുലു ഗ്രൂപ്പിൽ 1,00,000-ഓളം തൊഴിലാളികൾ ഈ സ്ഥാപനങ്ങളിലെല്ലാമായി ജോലി ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളീയരായ തൊഴിലന്വേഷകർക്ക് വലിയ തോതിലുള്ള സഹായമാണ് ലുലുവിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ത്യയിലെയും ഗൾഫിലെയും നിരവധി സാമൂഹിക ജീവകാരുണ്യ മാനവിക പ്രവർത്തനങ്ങളിൽ ശ്രീ യൂസഫ് അലി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. സാമുദായികമായ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നതിൽ അദ്ദേഹം എന്നും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ജോലി ചെയ്യുന്നവർ മാത്രമല്ല, അവിടെ ഏതെങ്കിലും തരത്തിൽ സഹായം വേണ്ടിവരുന്ന പ്രത്യേക സന്ദർഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ആദ്യം ബന്ധപ്പെടാൻ സർക്കാരടക്കം ആലോചിക്കുക ശ്രീ യൂസഫ് അലിയെക്കുറിച്ചാണ്. ഇപ്പം അടുത്ത നാളിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. സംഭവമൊന്നും ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ മാനുഷിക മൂല്യങ്ങളെയൂന്നി അദ്ദേഹം അതിരറ്റ സഹായം നൽകിയിട്ടുമുണ്ട്. വ്യവസായ രംഗത്ത് വളർച്ച നേടുമ്പോൾ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അതിയായ ശ്രദ്ധയാണ് നൽകിയിട്ടുള്ളത്. അതിനെല്ലാം അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇന്നത്തെ യൂസഫ് അലി ആകുന്നതിന് മുൻപ് യൂസഫ് അലിയുടെ തുടക്കകാലത്ത് അബുദാബിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അന്ന് അവിടെയുള്ള മലയാളികളുമായി സംസാരിക്കുമ്പോൾ അവിടെയുള്ള മലയാളി വ്യവസായികളെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അന്ന് ഞാൻ ബന്ധപ്പെടുന്ന മലയാളികൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. അവിടെ ജോലിയെടുക്കുന്ന ആളുകളുമായി
ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകനാണ് എന്നതായിരുന്നു ദശാബ്ദങ്ങൾക്ക് മുൻപാണത്, ആദ്യഘട്ടത്തിലാണ് അന്ന് പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടായ വിജയത്തിന് യഥാർത്ഥത്തിൽ അടിസ്ഥാനം. ഇവിടെ നമ്മുടെ നാടിൻ്റെ വ്യവസായവൽക്കരണത്തിന് യൂസഫ് അലിയെ പോലുള്ളവരുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് ആഗ്രഹിക്കുകയാണ്. അത് സമകാലിക കേരളത്തിൻ്റെ ആവശ്യകതയാണ്. നാടിൻ്റെ വികസനം എന്നത് ഗവൺമെൻറ്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല. നമ്മുടെ നാടിന് വികസനം ഉണ്ടായേ തീരും. ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക, പിന്തുണ നൽകുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നതും അതാണ് നടന്നു വരുന്നത്. അതിൽ 3.5 ഏക്കർ സ്ഥലത്ത് 9.5 ലക്ഷം സ്ക്വയർ ഫീറ്റിനുള്ളൊരു ക്യാമ്പസാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. 7500 പ്രൊഫഷണലുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഒന്ന്. ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമതുള്ള ഈ സംരംഭത്തിന് ആവശ്യമായ തുടക്കവും അദ്ദേഹം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നതാണ്. ഇനിയും കൂടുതൽ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് ഇതെല്ലാം വഴിവെക്കട്ടെ. ട്വിൻ ടവറിൻ്റെ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിപ്രായം. ഇന്നിപ്പോൾ ഈ സ്മാർട്ട് സിറ്റി നിൽക്കുന്ന സ്ഥലത്ത് ഒന്നുമില്ലാത്ത കാലത്ത് ഞങ്ങളതിനു വേണ്ടി ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ ഗവൺമെൻറ്റായിട്ട് സഹായിച്ചുകൊണ്ട് വളരെ സഹായിച്ചു. സ്മാർട്ട് സിറ്റി തന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഈ വളർച്ചയിൽ കേരളത്തിനും വലിയ ഗുണമുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ ജനങ്ങൾക്കും വലിയ ഗുണമുണ്ട്, നാടിനും വലിയ ഗുണമുണ്ട്. അദ്ദേഹത്തിന് തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. ജയ്. കുറുക്കന്മാർ മേഞ്ഞു നടന്ന ഒരു സ്ഥലം ലോകം ശ്രദ്ധിക്കുന്ന ഒരു IT ഹബ്ബായി, ഇന്നോവേഷൻ സെൻ്ററായി മാറ്റിയതിൽ പത്മശ്രീ MA യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചു, ഒരു റിവേഴ്സ് മൈഗ്രേഷൻ. നമ്മുടെ ചെറുപ്പക്കാർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീം. അതാണ് ഒരു സവിശേഷത എന്ന് പറയുന്നത്. യൂസഫ് അലിക്ക് വിളിക്കുന്ന പരിപാടിയിൽ എല്ലാ ചിന്താഗതിയുമുള്ള ആളുകൾ ഒരുമിച്ചെത്തും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ബിസിനസ് കൾച്ചറിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറിൽ, പൊളിറ്റിക്കൽ കൾച്ചറിൽ തന്നെ വലിയ വ്യതിയാനം അതുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റുമായി സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പല സ്റ്റേറ്റിലെയും ലീഡ് ചെയ്യുന്ന ആളുകൾ വളരെ അഭിമാനത്തോടു കൂടി ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ശ്രീ രേവന്ത് റെഡ്ഡി, തെലങ്കാന ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ നിന്റെ യൂസഫ് അലിക്കെ കണ്ടു. ഓരോ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഓരോ സ്റ്റേറ്റിലേക്ക് ലുലു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ പറയും, നിങ്ങളുടെ യൂസഫ് അലിയെ കണ്ടു. ഒണീഡ TVയുടെ ഒരു പരസ്യമുണ്ട്, നെയ്ബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒന്നാണ് ശ്രീ MA യൂസഫ് അലി എന്ന പേര്. അത് ലോകത്തിൻ്റെ തന്നെ മലയാളിയുടെ ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹം മാറി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചേറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു. IT വ്യവസായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പറയുകയാണ്, നമ്മുടെ phase 2 ഇൻഫോ പാർക്കിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അത് വളരെ വേഗത്തിൽ ഇനി ആക്കണം. അതിന് ഗവൺമെൻറ്റിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട്. അതുകൂടി വേഗത്തിലാക്കിയാൽ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം
ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ IT മേഖല കൂടിയായി മാറും. അതിനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലുലു ഗ്രൂപ്പിൻ്റെയും യൂസഫ് അലിക്കയുടെയും എല്ലാവിധ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഉറപ്പ് തരുന്നു. BJP കേരളയും ഞാനും നാടിന് നന്നാവാനും ഇവിടുത്തെ യുവാക്കൾക്ക് അവസരവും ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഞങ്ങൾ പിന്തുണ തരും. അതിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യും. അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ സമരത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് പുരോഗതിയും വികസനവും നമ്മുടെ യൂത്തിനും ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളുടെ ഒരു കാലമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. ഈ നാടിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ IT ട്വിൻ ടവറിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. 30,000-ത്തിലധികം കുട്ടികൾക്ക് നമ്മൾക്ക് ജോലി കൊടുക്കാനാവും എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ചിന്ത എല്ലാവരിലും ഉണ്ടാവട്ടെ. ഇന്ന് നമ്മളുടെ വീടുകളിലെല്ലാം പ്രായമായ ആളുകൾ മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വിദേശത്തേക്ക് അയച്ചിരിക്കുന്ന കുട്ടികളൊക്കെ തിരിച്ചു വരാനുള്ള ഒരു മനോഭാവത്തോടു കൂടി ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത്തരം രീതിയിൽ ചിന്തിച്ച യൂസഫ് അലിക്കും ഈ IT ട്വിൻ ടവറിനും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് മുറ്റത്ത് ഒരു തിലകക്കുറി കൂടി ഇന്ന് ഇവിടെ ചാർത്തപ്പെടുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. കാരണം ഇത്രയധികം ജോലിക്കാർ ഇവിടെ വരുമ്പോൾ അതിൻ്റെതായ ഒരു വരുമാനം കൂടി ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ MP പറഞ്ഞ് കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലം, മനുഷ്യന്മാരില്ലാതിരുന്ന കാക്കനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇന്നങ്ങനെയല്ല. കാക്കനാടെന്ന് പറഞ്ഞാൽ തൃക്കാക്കരയുടെ അഭിമാനമായൊരു സ്ഥലമായി മാറിയേക്കാണ് നമ്മുടെ IT ഹബ്ബ്. എല്ലാ രീതിയിലും വാട്ടർ മെട്രോ അതുപോലെ ട്രെയിൻ മാർഗം, ഫ്ലൈറ്റ് എന്ന് വേണ്ട എല്ലാം കൊണ്ട് നമ്മുടെ തൃക്കാക്കര ഇന്ന് സമ്പൽ സമർത്ഥമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ തൊഴിലവസരം കൂടെ കിട്ടുകയാണെങ്കിൽ കുട്ടികളെ വിദേശത്തേക്ക് വിടുന്ന അവർ പ്രവണത നിർത്തി നമ്മുടെ നാട്ടിൽ തന്നെ അവരെ നിർത്താനും പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളെ കണ്ടൊന്ന് മരിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ലുലു ഗ്രൂപ്പ് അദ്ദേഹം അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിലും എത്ര ഉയരങ്ങളിലേക്ക് പോയാലും താഴെത്തട്ടിലും മനുഷ്യനുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ ചികിത്സാ സഹായങ്ങളും വീടില്ലാത്തവർക്ക് ഒരു കൈ താങ്ങും എല്ലാം കൊടുത്ത് സഹായിക്കുന്ന ലുലു ഗ്രൂപ്പിനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം എൻ്റെ വാർഡാണ് എടച്ചിറ 9ാം ഡിവിഷൻ. ഇവിടെ MPയും നമ്മുടെ ചെയർപേഴ്സണൊക്കെ പറഞ്ഞ പോലെ കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു. ഇതൊരു പാടം കൂടിയായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു ട്വിൻ ടവർ നിർമ്മിക്കുകയും അനേകായിരങ്ങൾക്ക് ജോലി കിട്ടുവാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഇതുപോലെ ട്വിൻ ടവറുകൾ യൂസഫ് അലി സാഹിബിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ഫർണിഷ് ചെയ്യുക, ഇവിടെ വരിക, ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുക, അതുകൂടാണ്ട് ഇത് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുക. അതിനൊന്നും ഇപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല. IBM പോലുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിനൊരു ടീമിനെ നിശ്ചയിച്ചു. നിങ്ങൾക്ക് വരിക, നിങ്ങൾക്ക് ഏത് നിലയ്ക്ക് ഡ്രോയിങ് തന്നാൽ അതനുസരിച്ച് പണിത് നിങ്ങൾക്ക് തരാം. ആ ചിലവാകുന്ന കാശിനെ പറ്റി പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ബട്ട് യു പ്ലീസ് കം. അതേമാതിരി ഇപ്പോൾ IBM വന്നു. IBM ഇനിയും വരും. അതുപോലെ എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളോട് മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാണ്. കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസ്തവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂരിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം. അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട്. മുമ്പ് നമ്മൾ ഇന്ത്യനെ പറ്റി ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ വലിയ പ്രശ്നം എന്തായിരുന്നു? ജനസംഖ്യാ വർധന. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആസെറ്റ് ഈസ് അവർ യങ് പോപ്പുലേഷൻ. ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മന്ത്രിക്കറിയാം, അവിടെയൊക്കെ ഓൾഡ് പോപ്പുലേഷൻ ഇപ്പോൾ ഉള്ളത്.
ആ സ്ഥലത്ത് ഇന്ത്യയിൽ 27 മുതൽ 32% വരെയും യങ് പോപ്പുലേഷനാണ്. അതും അഭ്യസ്തവിദ്യരാണ്. പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയും കഴിവുമുള്ള യുവാക്കളാണ്, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് നല്ലൊരു പ്രതീക്ഷയോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇതിന് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്.